ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത്? ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? പിന്നെന്തിനാ വേണുവേട്ടന്റെ മുമ്പിൽ വെച്ചെന്നെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞതല്ല, മോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. കളം വരച്ചും കക്ക കളിച്ചും നടന്ന കൊച്ചുകുട്ടിയല്ല നീ ഇന്ന്. കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ. ഇനി 1-2 കൊല്ലം കൂടെ കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോകേണ്ടതല്ലേ? കിടന്നുറങ്ങിക്കോ. ശരി. സിന്ധു, തിരക്കുള്ള ബസ്സുകളൊന്നും ചാടി കയറണ്ട. ലേഡീസ് ഒള്ളി ബസ് വരും, അത് കയറിയാ മതി. സുലു ഒന്ന് വാ. മരുന്ന് വേണം കേട്ടാ. ആ ചേച്ചി, അല്ല മാഡം, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ വരെ ഇത്തിരി താമസിക്കും കേട്ടോ. ചുറ്റിട്ട് വന്നോ, എല്ലാം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. ഞാൻ തലത്തെ മാഡം എന്നാലേ വീട്ടിലേക്ക് പോവാം. ഇന്നലെയും കുറ്റാന്വേഷണം നടന്നില്ല. വേണോ, നീ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. എന്നാ ഇവിടെ തന്നെ കുത്തിയിരിക്കാം. ഇപ്പൊ വീട്ടിൽ ചെന്ന സിന്ധു അവിടെ ഉണ്ടാവും. അവൾ ഉറങ്ങാതെ ഞാൻ നമ്മുടെ മുറി കയറത്തില്ല. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. സത്യത്തില് നമ്മുടെ കളിയും ചിരിയൊക്കെ കുറച്ച് കൂടുതലാ. അവള് പ്രായമായി വരുന്നൊരു പെണ്ണല്ലേ, ആ ഓർമ്മ നമുക്ക് വേണ്ടേ? അതിനിപ്പോ എന്താ വേണ്ടേ? നമ്മുടെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ വേണം അവളുടെ പെരുമാറാൻ. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. അതെങ്ങനെയാ വേണു ഏട്ടാ? ഇനിയിപ്പോ എനിക്കെന്നും അവൾക്ക് ചോറ് വാരി കൊടുക്കാനും കൂടെ കിടന്നുറങ്ങാനും പറ്റുമോ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാം പറഞ്ഞു വേണോട്ടനല്ലേ? നമുക്ക് അവളെ ഒരു ഹോസ്റ്റലിലാക്കിയാലോ? ഈ ചുറ്റുപാടിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്താ ഇത്? ഇതിനുള്ളിൽ നീ എങ്ങനെ വന്നു? മേട്രൻ പുറത്തു പോയിരിക്കുക. അവരാ റൂം തുറന്നത്. ഇത് പുതിയ റൂംമേറ്റ് സിന്ധു. വിമൻസ് കോളേജിൽ PDCക്ക് പഠിക്കുക. കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇത് സോഫിയ. വളരെ നാളായി ഇവിടെ താമസിക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഞാൻ പോട്ടെ.